എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഓം സായിറാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാബയുടെ ഒരു മന്ത്രമെന്നോ ശ്ലോകമെന്നോ ഒക്കെ പറയാം കേട്ടോ. ഇത് സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി എന്നാണ് പറയുന്നത് ഈ ശ്ലോകം. അതും സമൃദ്ധി എന്നും സർവ്വ ഐശ്വര്യം എന്നൊക്കെ പറയുമ്പോൾ സമ്പത്തിനെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടുന്ന സന്തോഷം, സമാധാനം, ഐക്യം, നല്ല ആരോഗ്യം, ഇതെല്ലാം ആ ഒരു സമ്പത്തിലും സർവ്വ ഐശ്വര്യത്തിലും ഒക്കെ പെടും. അപ്പോൾ സമ്പത്തിന് വേണ്ടി മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം നമുക്ക് പറഞ്ഞു തന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നരസിംഹസ്വാമിജിയാണ് കേട്ടോ. നരസിംഹസ്വാമിജിയെക്കുറിച്ച് അറിയാത്തവർക്കായി പറയുകയാണ്. ബാബ ആദ്യകാലങ്ങളിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു. കാരണം ബാബ താമസിച്ചിരുന്നത് ഏറെക്കുറെ ഷിരഡിയിലായിരുന്നല്ലോ. സായി സച്ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട് ബാബ ഷിരഡിയിൽ നിന്നും വേറെ എങ്ങും പോയിട്ടില്ല എന്നല്ലേ. പക്ഷേ അപ്പോൾ അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ആദ്യമേ തന്നെ ബാബയുടെ സിദ്ധികളായിക്കോട്ടെ, ബാബയുടെ മിറാക്കിൾസൊക്കെ അവർക്കറിയാമായിരുന്നു. പക്ഷേ ബാബ എന്നൊരു വ്യക്തിയെക്കുറിച്ചും ബാബയുടെ ലീലകളെക്കുറിച്ചുമൊക്കെ സൗത്ത് ഇന്ത്യയിൽ അധികമായി ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് നരസിംഹസ്വാമിജി കാരണമാണ് കേട്ടോ. കാരണം അദ്ദേഹം നോർത്ത് ഇന്ത്യ സന്ദർശിക്കുകയും അവിടെ നിന്നും ബാബയുടെ ഒരുപാട് ലീലകൾ അദ്ദേഹം എഴുതി എടുത്തു എന്നാണ് പറയുന്നത്. ബാബ എന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി പോവുകയും അവിടെ നിന്ന് ബാബയുടെ അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ എഴുതുകയും അതിനെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അതിനെ ഇവിടെയുള്ള ആളുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ബാബയുടെ മഹാസമാധിക്ക് ശേഷം ബാബ അദ്ദേഹത്തിനൊരു സ്വപ്നദർശനം നൽകുകയും അതുവഴി ബാബ നിർദ്ദേശിച്ച പ്രകാരം അദ്ദേഹം എഴുതിയ ശ്ലോകങ്ങളിലൊന്നാണ് കേട്ടോ ഇത്. അതിലൊന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതും, ബാബയിൽ എങ്ങനെ പരിപൂർണമായി ആശ്രയിക്കാമെന്നുള്ള മന്ത്രം. ഇന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങൾ, അതിലൊരു പ്രാധാന്യമുണ്ട്. ആ ഒരു സർവ്വ ഐശ്വര്യം അല്ലെങ്കിൽ സമൃദ്ധി നമ്മളിലേക്ക് എത്തണമെങ്കിൽ ബാബ പറയുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ മുക്തരായി നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ അകറ്റണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നന്മ വന്നു ചേരുകയുള്ളൂ എന്നാണ് ബാബ പറയുന്നത്. കാരണം അദ്ദേഹം സായി സച്ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ബാബ പറയുന്നത് എന്താണ്? നമ്മൾ പോകുന്ന ഒരു വഴി ദുർഘടം പിടിച്ചതാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏറെ ബുദ്ധിമുട്ടിയേക്കാം. പക്ഷേ നമ്മളൊരു വഴികാട്ടിയെ കൂടെ കൂട്ടുകയാണെങ്കിലോ ആ വഴി നമുക്ക് വളരെ അനായാസമായി തരണം ചെയ്യാം. ആ ഒരു വഴികാട്ടി എന്ന് പറയുന്നത് ബാബ പറയുന്ന ഗുരുവാണല്ലേ. നമുക്ക് ഗുരു അല്ലെങ്കിൽ സദ്ഗുരു എന്ന് പറയുന്നത് ബാബ തന്നെയാണ്. അപ്പോൾ ബാബയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കും ഏതൊരു പ്രതിസന്ധി ഘട്ടവും വളരെ അനായാസമായി കടക്കാം. അതുവഴി നമുക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരും. അപ്പോൾ ഇന്നത്തെ മന്ത്രം ഇതാണ്, ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ശോഷാനാം പാപപങ്കസ്യ ദീപനം ജ്ഞാന തെജാസ്യാം ഗുരുപാഥോദകം സംയാക് സംസാരാർണവ താരകാം. ഇത് കേൾക്കുമ്പോൾ ഇന്നലെ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ആദ്യമൊന്ന് എഴുതിയെടുത്ത് നോക്കി വായിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് വായിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് താനേ അത് വന്നുകൊള്ളും കേട്ടോ. അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി പറയുക. അർത്ഥം ഇതാണ്: ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ ചെയ്ത അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി ഗുരുവിൻ്റെ കൃപയോടുകൂടി നമുക്ക് ജ്ഞാനമെന്ന പ്രകാശം ലഭിക്കുകയും അതുവഴി ഈ ഒരു ജീവിതസാഗരം നമുക്ക് വളരെ അനായാസമായി തരണം ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളിൽ നിന്ന് നമ്മൾ ഒരു ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മുക്തരാവുകയും പാപങ്ങൾ ഒഴിയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ജ്ഞാനം എന്ന പ്രകാശം, അറിവെന്ന പ്രകാശം എത്തുകയും അതുവഴി ഈ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തരാകുകയും അതിവേഗം ഏതൊരു അനായാസമായ കാര്യങ്ങളും അതിവേഗം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കുമെന്നാണ്. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മന്ത്രത്തിൽ പറയുന്നത് ഗുരുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് കേട്ടോ. കാരണം ഗുരു എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും അത്യന്താപേക്ഷിതമാണ്. അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തി ഗുരുവിനെ പൂർണ്ണമായും മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഗുരുവിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അറിവെന്ന് പറയുന്നത് നാൾക്ക് നാൾ വർദ്ധിക്കും. അറിവുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാം ലഭിക്കുമെന്നാണ്. കാരണം ആ അറിവ് ഉപയോഗിച്ച് എല്ലാം നേടാൻ സാധിക്കും. അതുവഴി ഓരോ പ്രതിസന്ധി ഘട്ടത്തെയും വളരെ അതിവേഗം തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുമെന്നാണ്. നമ്മൾ ബാബാഭക്തരായി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരിപൂർണമായും ആശ്രയിക്കേണ്ടത് നമ്മുടെ സദ്ഗുരുവായ ബാബയിൽ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും
നമ്മുടെ ഓരോ ചിന്തകളും ബാബയെ മുൻനിർത്തിയായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണോ നന്മ, നമുക്കെന്താണോ നല്ലത്, അത് ബാബ നമ്മളിൽ എത്തിക്കും. അതാത് സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിനും കൂടുതലായി നമ്മളിൽ എത്തിക്കും എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുകയും നമ്മുടെ ജീവിതവും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ശക്തമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ ഇന്നലെ പറഞ്ഞ മന്ത്രമായിക്കോട്ടെ, ഇന്ന് പറഞ്ഞതായിക്കോട്ടെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജപിക്കുക. ഉറപ്പായിട്ടും ജപിച്ചു നോക്കൂ. ബാബയുടെ സാമീപ്യം, ബാബയുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാബയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓം സായിറാം.